കോഴിക്കോട് നഗരത്തിൽ 3 വർഷം മുൻപ് ഒരു പെൺവാണിഭ കേന്ദ്രത്തിൽ നടന്ന റെയ്ഡ് പലരും മറന്നു കാണുമല്ലേ. എന്നാൽ അന്ന് റെയ്ഡിനെത്തിയ 2 പോലീസുകാർ ഈ അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്ന സ്ത്രീയുടെ ഫോൺ നമ്പർ തരപ്പെടുത്തിയിരുന്നു. പിന്നീട് അവർ അവിടുത്തെ സ്ഥിരം സന്ദർശകരായി. കഴിഞ്ഞ ദിവസം മലാപ്പറമ്പിൽ പെൺവാണിഭ സംഘത്തെ പിടികൂടിയതോടെയാണ് 2 പോലീസുകാരുടെ ഇടപാടുകളും പുറത്തു വന്നത്. ഇതിന്റെ നടത്തിപ്പുകാരിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെ 2 ഉദ്യോഗസ്ഥരെയും കേസിൽ പ്രതി ചേർത്തു. കേസിന് പിന്നാലെ പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത്, സനിത് എന്നിവരെ സസ്പെൻഡും ചെയ്തു. കേസിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട്. മലാപ്പറമ്പ് പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അനാശാസ്യം നടത്തിയ സംഭവത്തിൽ 2 പോലീസുകാർക്ക് പങ്കുണ്ടെന്ന സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് ഇരുവരെയും പ്രതി ചേർത്തത്. ആരോപണ വിധേയരായ പോലീസുകാരുടെ ബാങ്ക് രേഖകൾ, മൊബൈൽ ഫോൺ നമ്പറുകൾ എന്നിവ പോലീസ് പരിശോധിച്ചപ്പോൾ പ്രതിദിനം പണം അക്കൗണ്ടുകളിൽ എത്തിയതായി സൂചന ലഭിച്ചിട്ടുണ്ട്. ഈ പോലീസുകാർ അനാശാസ്യ കേന്ദ്രത്തിൽ പലപ്പോഴായി എത്തിയതായും വിവരം ലഭിച്ചു. 2022 മുതൽ നടത്തിപ്പുകാരിയുമായി ഈ പോലീസുകാർക്ക് ബന്ധമുള്ളതായി പറയുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തിൽ അന്ന് നോട്ടീസ് നൽകി വിട്ടയച്ച യുവതിയുമായി പോലീസുകാർ ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ആ ബന്ധമാണ് ഇവിടെയും തുടർന്നത്. അനാശാസ്യ കേന്ദ്രത്തിനെതിരെ ലഭിച്ച പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസുകാർക്ക് ബന്ധമുള്ളതായി സൂചന ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു മിന്നൽ പരിശോധന. ആരോപണ വിധേയരായ പോലീസുകാരിൽ നടത്തിപ്പുകാരുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ച പോലീസുകാരൻ പോലീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനെന്ന് പ്രചരിപ്പിച്ച സ്വാധീനം ചെലുത്തിയാണ് ക്രമസമാധാന ചുമതലയില്ലാത്ത വിഭാഗത്തിലേക്ക് മാറിയതെന്ന സേനാംഗങ്ങളിൽ ആരോപണമുണ്ട്. ഇയാൾക്ക് മറ്റാരുടെയെങ്കിലും പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായ സംഘവുമായി ബന്ധപ്പെട്ട ചിലർ നഗരത്തിൽ ഭൂമി ഇടപാടുകൾ നടത്തിയതായും പോലീസിന് സൂചന ലഭിച്ചു. രണ്ട് പോലീസുകാർക്ക് നടത്തിപ്പുകാരി ബിന്ദുവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഫോൺ പരിശോധിച്ചാൽ മാത്രമേ ഇനിയും എത്ര പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയുള്ളൂ. ഏതാനും ദിവസം മുൻപാണ് അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭ സംഘത്തെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വയനാട് സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കരുവന്തിരുത്തി സ്വദേശി ഉപേഷ് ഉൾപ്പെടെ 9 പേരെയായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്.